ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് എങ്ങോട്ടെന്നുള്ള എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ അടുത്ത ഒരു വീഡിയോ ആണ്. വീണ്ടും ഹെഡിങ് അത് തന്നെയാണ്, മാർക്കറ്റ് എങ്ങോട്ടെന്നുള്ളതാണ്. കഴിഞ്ഞ 4 ദിവസം മാർക്കറ്റിൻ്റെ അനാലിസിസ് ബേസ് ചെയ്തുള്ള ഞാൻ മനസ്സിലാക്കിയ ഇൻസൈറ്റാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഇൻസൈറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ധാരാളം മെയിൽസും കൂടുതൽ വാട്സാപ്പാണ് വരുന്നത്. മാർക്കറ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നുള്ള ചോദ്യങ്ങൾ. പല ആൾക്കാരും ചോദിക്കുന്നു, സൂം സെഷൻസ് വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ നമുക്കൊരു ഡിസ്കഷന് വേണ്ടി. തീർച്ചയായും ധാരാളം ആൾക്കാർ താല്പര്യം കാണിച്ച സ്ഥിതിക്ക് നമുക്കൊരു സൂം സെഷൻ പ്ലാൻ ചെയ്യാം. നമുക്ക് മാർക്കറ്റിലെ സ്റ്റോക്ക് പിക്കിനെ കുറിച്ചും സ്റ്റോക്കിൽ നിൽക്കുന്നതിനെ കുറിച്ചുള്ള പ്രൊസീജിയർ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഫെറ്റലും വെരി ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഈ 4000-4200 പോയിന്റ് താഴെ പോയി ഈ കോട്ട എന്ന് പറയുന്നത് ഫെറ്റലും വെരി ഹോണസ്റ്റ്ലി ബെസ്റ്റ് റേറ്റ്സ് ആണ് എൻ്റെ സ്റ്റുഡൻസ്, ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റുഡൻസും ചെയ്തത്. കഴിഞ്ഞ പല കോട്ടേഴ്സിനെക്കാളും അവരെ സംബന്ധിച്ച് ഇറ്റ് വാസ് മച്ച് മോർ ഈസിയർ ആയിരുന്നു. ശരിക്കും എങ്ങനെ അവർക്ക് ഈസിയർ ആയി എന്നുള്ള ഒരു ചോദ്യമാണ്. സോ നമുക്ക് തീർച്ചയായും അതിനെക്കുറിച്ച് സംസാരിക്കാം. അതുപോലെ തന്നെ നല്ലോണം പെർഫോം ചെയ്ത, ഈ കോട്ടയിൽ ബെസ്റ്റ് പെർഫോം ചെയ്ത ഏതാനും സ്റ്റുഡൻസിനെ കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അവരുമായിട്ട് സംവദിക്കാൻ സാധിക്കും. ബേസിക്കലി എല്ലാം ലേണിംഗ് എന്നുള്ള ഇൻപുട്സിലാണ് നമ്മൾ ബോയിൽ ഡൗൺ ചെയ്യുന്നത്. ആ ഇൻപുട്സിൻ്റെ ബേസിൽ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലേണിംഗ് എന്നുള്ള ലെവലിൽ മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. കാര്യം മറ്റൊരാളുടെ എക്സ്പീരിയൻസിൽ നിന്നും സക്സസ്ഫുൾ ആയിട്ട് ഒരാളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസൈറ്റ് കിട്ടുവാണെങ്കിൽ ദാറ്റ്സ് വെരി ഗുഡ്. ആക്ച്വലി നമ്മുടെ ലോങ് ടൈം നമ്മുടെ ജേർണിയെ അത് വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ സംശയം വേണ്ട. സോ ഞാൻ ഒരു സൂം സെഷൻ തീർച്ചയായും പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് മെയിൽ അയച്ച ധാരാളം ആൾക്കാരുണ്ട്, വാട്സപ്പ് ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. അവർ വീഡിയോ കാണുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. തീർച്ചയായും മറ്റുള്ളവർക്കും കൂടെ താല്പര്യമുണ്ടെങ്കിൽ, അവരോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും കൂടെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത തന്നെ സൂം സെഷൻ വയ്ക്കാം. ഞാൻ പറഞ്ഞല്ലോ, ലേണിംഗ് എന്നുള്ള ബേസിലാണ് നമുക്കൊരു പ്രൊസീജിയർ, സ്റ്റോക്ക് സെലക്ഷൻ്റെ പ്രൊസീജിയർ, സ്റ്റോക്ക് ട്രേഡിങ്ങിൻ്റെ പ്രൊസീജിയർ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള എൻ്റെ ധാരാളം സ്റ്റുഡൻസിൻ്റെ, ഈ കോട്ടയിലെ സ്റ്റുഡൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അവരുമായിട്ട് സംവദിക്കാൻ സാധിക്കും. അവരുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്കും കൂടെ വലിയൊരു ഉൾക്കാഴ്ച കാര്യത്തിൽ സംശയം വേണ്ട. സോ താല്പര്യമുള്ളവർക്ക് prosip23@gmail.com നിങ്ങൾ മെയിൽ അയച്ചാൽ ഞാൻ സൂമിൻ്റെ ലിങ്ക് അയച്ചു തരാം. എൻ്റെ സൂമിന് ലിമിറ്റേഷൻസ് എന്നുള്ള കാര്യം പറയുന്നു. സോ ആദ്യം വരുന്നവർക്കായിരിക്കും എപ്പോഴും മുൻഗണന കാര്യം ഞാൻ എടുത്തു പറയുന്നു. സോ നമ്മളെ മാർക്കറ്റ് നമ്മൾ കണ്ടില്ലേ, 2 ദിവസം മാർക്കറ്റ് കയറി, പിന്നെ ഇന്നലത്തെ ദിവസം മാർക്കറ്റ് ഭയങ്കരമായിട്ട് താഴെ പോയി, എന്ത് വീണ്ടും മാർക്കറ്റ് തിരിച്ചു കയറുന്നു. സോ നമ്മൾ എങ്ങനെയാണ് ഇതിനെ, ഈ ജനറൽ ഈ ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റിനെ ടെക്നിക്കൽ സൈഡ് നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്നത്, നമുക്ക് അതിനെക്കുറിച്ചൊരു അനാലിസിസ് നമ്മൾ നടത്താം. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഡിസംബറിലേക്ക് കടക്കാൻ വന്നു. ഡിസംബറിൽ ചൈനയിൽ വലിയൊരു സ്റ്റിമുലസ് വരുമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അത് വന്നേ ഉള്ളൂ. നമുക്ക് അതിനെക്കുറിച്ച് അധികമായിട്ടുള്ള അറിവൊന്നുമില്ല. നമ്മൾ ഡിസംബറിൽ പൊതുവെ ട്രേഡിംഗ് വോളിയം കുറവുള്ളൊരു മാസത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കാര്യം നമ്മൾ യൂറോപ്പിലും US-ലൊക്കെ ധാരാളം ആൾക്കാർ ലീവ് എടുത്ത് അവരുടെ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു സമയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതൊരു ട്രേഡിംഗ് വോളിയംസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഡേറ്റയുടെ ബേസിലും അല്ല ഇവന്റ് ബേസിലുമാണ്. ഇവന്റ് എന്ന് പറയുന്നത് ഷോർട്ട് ലിവിഡാണ്, ഡേറ്റയാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആൻഡ് ഫാക്ടർ. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര ഇലക്ഷൻ്റെ ഒരു ഇവന്റ് കണ്ടു, ട്രംപിൻ്റെ ഇലക്ഷൻ ഇവന്റ് കണ്ടു. ഇതൊക്കെ ഇവന്റ്സ് ആണ്, ഷോർട്ട് ലിവിഡാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഡേറ്റ കറക്റ്റായാൽ മാത്രമേ സ്റ്റെബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ഡേറ്റയിലേക്ക് Q3 നമ്മൾ റിസൾട്ടിലേക്ക് 1 മാസം കൂടെ കഴിഞ്ഞ് നമ്മൾ Q3 റിസൾട്ടിലേക്ക് കടക്കും. അതുപോലെ തന്നെ ഡിസംബർ മീറ്റിൽ ഒരു RBI റേറ്റ്സ് കുറയ്ക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ ഐ എം നോട്ട് ദാറ്റ് മച്ച് കോൺഫിഡൻറ്റ്. പക്ഷേ ഫെബ്രുവരി മീറ്റിങ്ങിൽ കുറച്ച് നന്നായി എന്നുള്ളൊരു പോയിന്റാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ ഫെബ്രുവരി മാസം 1-ാം തീയതി നമ്മുടെ ബഡ്ജറ്റാണ്. അത് വലിയൊരു ഇവന്റുമാണ്. സ്ട്രോങ് ഡേറ്റയെ പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു സ്ട്രോങ് ഇവന്റായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ മാർക്കറ്റ് കംപ്ലീറ്റ് US ഇൻഫ്ലേഷൻ്റെ ബേസിലാണ് മാർക്കറ്റ് ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ബേസ് ചെയ്ത് നിൽക്കുന്നത്. ഓൾറെഡി ട്രംപ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട്സ് 10% റേറ്റ് കൂടുമെന്ന്. ശ്രദ്ധിക്കേണ്ട കാര്യം, ചൈനയിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രി US തന്നെയാണ്. ചൈനയിലുള്ള ഇമ്പോർട്ട്സിനെ 10% ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടുമ്പം ആക്ച്വലി US-ലെ ജനങ്ങളുടെ ഇൻഫ്ലേഷൻ കൂടും. അവരെ സംബന്ധിച്ച് അത് ബേസിക്കലി കൂടുതൽ പൈസ കൊടുത്ത സാധനങ്ങൾ മേടിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അത് നാച്ചുറലി അത് ജനങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ പോയിന്റിൽ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നുള്ള എനിക്ക് തോന്നുന്നത്. ശരിക്കും നമുക്ക് മാർക്കറ്റ് എങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി പ്രവചനങ്ങളൊന്നുമില്ല. നമുക്ക് ചാർട്ടിലേക്ക് കടന്നുകൊണ്ട് നമുക്ക് ടെക്നിക്കൽ സൈഡ് നമുക്കൊന്ന് സംസാരിക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇപ്പോൾ Nifty 50-യുടെ ചാർട്ടാണുള്ളത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡാണ് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. ഡൗൺ ട്രെൻഡ് വന്നു. സോ ഡൗൺ ട്രെൻഡിന് ഇവിടെ ഒരു ടെമ്പററി സപ്പോർട്ട് എടുത്തു, എന്നിട്ടാണ് സ്റ്റോക്ക് ഒരു അപ്ലിഫ്റ്റ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ എൻ്റെ ട്യൂസ്ഡേയിലെ വീഡിയോ കണ്ടവർക്ക് ഓർമ്മ കാണും, ഞാൻ എൻ്റെ ഒരു ഫിബ് വരച്ചത്. നമ്മൾ ജൂൺ 4-ാം തീയതിയിലെ ലോ നമ്മൾ ബേസായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഫിബ് വരച്ചാൽ ഇവിടം വരെ ഫിബ് എടുത്താൽ ഫിബിലെ റെസിസ്റ്റൻസ് പോയിൻറ്റ്സ് നമുക്ക് നോട്ട് ചെയ്തിടണം. ഇതാണ് ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ്, ഇത് അടുത്ത റെസിസ്റ്റൻസ് ആണ്. ഇത് 2 റെസിസ്റ്റൻസ് ആണ്. നമുക്ക് ഫിബ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം.
സോ ഇത് രണ്ട് പ്രസൻറ്റ് സോണാണ്. സോ കറക്റ്റായിട്ട് തിരിച്ച് അതേ ഫിബിൽ വന്നിട്ടാണ് ശരിക്കും എന്താ പറയുന്നത് ആ ബ്രേക്കൗട്ട് കൊടുത്തു, ഫെയിലുവറായി താഴെ വന്ന് വീണ്ടും ഫിബിലേക്ക് ടച്ച് ചെയ്തു, ഫെയിലുവറായി താഴെ വന്നു. ആ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. സോ നമ്മൾ ഈ ഫിബിൻ്റെ തന്നെ ഒരു സോണായിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ റൈറ്റ് സോൺ. സോ ഇതാണ് കറക്റ്റ് സോൺ. സോ എന്നാണോ നിഫ്റ്റി അല്ലെങ്കിൽ എന്നാണോ മേജർ ഇൻഡെക്സ് ഇതിന് മേളിൽ ക്രോസ് ചെയ്യുന്നത് അന്ന് മാത്രമേ നമുക്കൊരു ഒരു ട്രെൻഡ് ചേഞ്ച് എന്നൊക്കെ നമ്മൾ അനുമാനത്തിൽ എത്താൻ സാധിക്കത്തുള്ളൂ. ചുമ്മാ ക്ലോസ് ചെയ്ത പോരാ, സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ആ ക്യാൻഡിൽ എക്സലൻറ്റ് വോളിയം ഉണ്ടായിരിക്കണം. ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള അടുത്ത ദിവസങ്ങളിൽ അതിന് മുകളിൽ ഫോളോ അപ്പ് ക്യാൻഡിൽ വരണം. എങ്കിൽ മാത്രമേ ഈ ബ്രേക്കൗട്ടിന് സസ്റ്റൈനബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. വളരെ ക്ലിയർ ആണത്. സോ ശരിക്കും പറഞ്ഞാൽ ഈ സോൺ 24,660 24,340 ഇടയ്ക്കാണ്. സംതിങ് അറൗണ്ട് 320 പോയിൻറ്റ്സിൻ്റെ സോണാണ്. സോ ആ ഒരു ബ്രേക്കൗട്ടാണ് അത്യാവശ്യം നിഫ്റ്റിക്ക് മേളിൽ പോകാനായിട്ട്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് മാർക്കറ്റിൽ? നമ്മൾ ഹ്യൂജ് വോളറ്റിലിറ്റിയാണ് ഈ ഭാഗത്തൊക്കെ കണ്ടത്. ആ വോളറ്റിലിറ്റി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ എത്തിയതിന് ശേഷം ഒന്ന് വീക്കായിട്ടാണ് നമ്മളൊരു സ്ട്രോങ് ക്യാൻഡിൽ ഒന്ന് കയറി പോകാൻ ശ്രമിക്കുന്നത് കാണുന്നത്. നമ്മൾ കുറച്ചുകൂടെ ഞാൻ സൂം ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കാണാൻ പറ്റും. ഇന്നലെ എന്താ സംഭവിച്ചത്? ഈ വോളറ്റിലിറ്റി ഡേ ക്യാൻഡിലിൽ കഴിഞ്ഞ 3 ദിവസം എന്ന് പറയുന്ന ഈ ലെവലിൽ അത് ഇൻഡിസി ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് ഇന്നലെ കണ്ടത്. യെസ്റ്റർഡേ വാസ് എ ബ്രേക്ക് ഡൗൺ ക്യാൻഡിൽ. ഇന്നത്തെ ക്യാൻഡിൽ എന്താ സംഭവിച്ചത്? ശരിക്കും ആ 3 ദിവസത്തെ ക്യാൻഡിൽ സപ്പോർട്ട് എടുത്ത ലെവൽ ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയും. LOP സോണിനെ കട്ട് ചെയ്ത ഇന്നലത്തെ ക്യാൻഡിൽ താഴെ പോയെങ്കിൽ ഇന്നത്തെ ക്യാൻഡിൽ LOP സോണിനെ കവർ ചെയ്ത് പോകാൻ സാധിച്ചിട്ടില്ല. ക്ലോസിങ് അതിന് മുകളിൽ കവർ ചെയ്ത് പോകാൻ സാധിച്ചിട്ടില്ല. സോ 3 ക്യാൻഡിൽ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് താഴെ പോകാൻ നേരത്ത് തിരിച്ച് കയറാൻ നേരത്തെ ഇവിടെ റെസിസ്റ്റൻസ് ഫീൽ ചെയ്തെങ്കിൽ ഇതൊരു ടെമ്പററി റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം ഇതിന് മുകളിൽ ബ്രേക്കൗട്ട് കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഇതൊരു സ്ട്രോങ് റെഡ് ക്യാൻഡിലാണ്. റെഡ് ക്യാൻഡിൽ പകുതിയുടെ മുകളിൽ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. പകുതിയുടെ മുകളിലല്ല ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഏകദേശം പകുതിയോട് ചേർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് കൊണ്ട് മുകളിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നന്നായിനെന്ന് പറയാനായിട്ടുള്ളൂ. നമുക്കത് വോളിയം ഒന്ന് എടുത്ത് നോക്കാം. സോ ഇന്നലത്തെ വോളിയം വാസ് ക്വൈറ്റ് ഉഗ്രം വോളിയമായിരുന്നു. ഇന്നത്തെ വോളിയം അത്രയും വന്നില്ലെങ്കിലും ക്വൈറ്റ് ഓക്കെ വോളിയമാണ്, കമ്പാരിറ്റീവ്ലി ഓക്കെ വോളിയമാണ്. ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് 2 വൈസ് ലോ ആയിരുന്നു. വളരെ ലോയിട്ട് അടുത്താണ് ക്ലോസിംഗ്. കാരണം ഹ്യൂജ് ബെയറിഷ് ക്യാൻഡിലാണിത്. ഈ ക്യാൻഡിൽ നമുക്ക് 2 രീതി അനുവാദിക്കാൻ പറ്റും. ഒന്നൊരു ബെയറിഷ് ക്യാൻഡിലാണ് ബ്രേക്ക് ഡൗൺ വന്നു. രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ സോണിൽ നമുക്കൊരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പിനെ ഈ ക്യാൻഡിൽ ഫില്ല് ചെയ്തെന്നും കൂടെ നമുക്ക് പറയാൻ സാധിക്കും. സോ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ടെമ്പററി ആയിട്ടുള്ള സപ്പോർട്ട്സ് ഓൺ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോവുകയും ചെയ്തു. അതിനെ ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ മുകളിലേക്ക് ക്ലോസ് ചെയ്യാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിഫ്റ്റി അല്ലെ ഇൻഡിസി എന്ന് പറയുന്നത് ഇൻഡെക്സ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ജംഗ്ഷറി കിടക്കുവാണ് നമുക്ക് എടുത്ത് പറയേണ്ടി വരും ഇന്നത്തെ അനുമാനത്തിൽ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സോണിനെ കട്ട് ചെയ്ത് 24,650 660 ആ ഒരു സോണിനെ കട്ട് ചെയ്ത് പോയാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ച് ഒരു വാല്യൂ ട്രെൻഡ് ചേഞ്ച് എന്നൊക്കെ പറയാൻ നമുക്ക് അനുമാനിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ വെറുതെ കട്ട് ചെയ്ത് പോരാ, സ്ട്രോങ് ക്യാൻഡിൽ കട്ട് ചെയ്യണം, അതിന് ഫോളോ അപ്പ് ക്യാൻഡിൽ വരണം, അതിന് വോളിയം ഉണ്ടായിരിക്കണം. 2 ക്യാൻഡിലും 2 വേസ് ഹൈയുടെ സമീപത്ത് ക്ലോസ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറേ കൂടെ കോൺഫിഡൻസ് ആകത്തുള്ളൂ ഇൻഡെക്സിനെ സംബന്ധിച്ച്. കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, അതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞു, നമുക്ക് സ്റ്റിമുലസ് ഒന്നും പ്രത്യേകിച്ച് പറയാനായിട്ട് സ്റ്റിമുലസുകളൊന്നുമില്ല, ഇവൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇവൻറ്റ് സ്റ്റിമുലസ് ആകാൻ സാധ്യതയുള്ള ഇവൻറ്റ് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാളെ പെട്രോളിൻ്റെ വില ഒരു 10 രൂപ കുറച്ചെന്ന് വെച്ചാൽ അത് സ്റ്റിമുലസ് ആകാൻ സാധ്യതയുള്ളൊരു ഇവൻറ്റാണ്. അങ്ങനത്തെ ഇവൻറ്റ്സാണ് നമുക്ക് ആവശ്യം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇൻഡെക്സിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. കൂടുതൽ ഇൻസൈറ്റ്സിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ 4 ദിവസം അനാലിസിസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും 2 വീഡിയോ നമുക്ക് പ്ലാൻ ചെയ്യാം. ബൈ വെനിസ്ഡേ, അടുത്ത 3 ഡേയ്സ് മൺഡേ, ട്യൂസ്ഡേ, വെനിസ്ഡേ ലെവൽസ് കണ്ടിട്ട് വെനിസ്ഡേ നമുക്കൊരു വീഡിയോ പ്ലാൻ ചെയ്യാം. പിന്നെയുള്ള 2 ദിവസം ലെവൽ കണ്ടിട്ട് വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ കൂടെ പ്ലാൻ ചെയ്യാൻ സാധിക്കും. സോ താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. സൈനിങ് ഓഫ്.